ഉപ്പുമാവ് ഇതിന്റെ ടേസ്റ്റാണ്. വെൽക്കം ടു ഡേ 3 ഇൻ മൊറോക്കോ. സോ നമ്മളിപ്പം രാവിലെ എണീറ്റു, ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൂളിൻ്റെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് നോക്കിയേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് അവിടെ പോയി തന്നെ ഡ്രസ്സ് മാറി നമ്മൾ പൂളിലിറങ്ങുമല്ലോ. പിന്നെ നോക്കിയ ടാൻഡായിട്ട് രണ്ടുപേരും. അപ്പോൾ ഇന്നാണ് നമ്മൾ ക്യാമൽ സഫാരിക്ക് പോണത്. അപ്പോൾ ഇവിടുന്ന് അവർ പറഞ്ഞു 3:30 വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പൂളിൽ കുറച്ച് നേരം കളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടല്ലേ ലഞ്ച് കഴിക്കണേ. ഓക്കെ, പൂളിലോട്ട് ഒന്ന് കഴിച്ചു, ലഞ്ച് കഴിച്ചിട്ട് തിരിച്ച് വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ക്യാമൽ സഫാരിക്ക് പോകും. നമ്മൾ പൂളിലിറങ്ങാൻ പോവാണ് കേട്ടാ. മിക്കി സ്വിം സ്യൂട്ട് ഇട്ടു, കണ്ടാ സ്വിം സ്യൂട്ട്. ഞങ്ങൾ സ്വിമ്മിങ് ഡ്രസ്സിലേക്ക് മാറി കേട്ടോ. അപ്പോൾ ആദ്യം ചെറിയ പൂളിൽ ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മിക്കിനെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇവിടെ വലിയ പൂളുണ്ട്, അപ്പോൾ വലിയ പൂളിലേക്ക് നമുക്ക് ഇറങ്ങാതെ കഴിഞ്ഞിട്ട്. ഓക്കെ, ഞാനിവിടെ എൻ്റെ സൺസ്ക്രീൻ പിടിക്കാൻ കിടക്കുന്നു. മെയിൻ ദുരുടാണോ നമുക്ക്. തണുത്തിട്ട് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ മമ്മി പ്ലീസ് ചായ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ വാങ്ങിച്ചു കൊടുത്തതാ. തണുപ്പാണെന്ന് വെച്ചിട്ട് വെള്ളത്തിലിറങ്ങിയിട്ട് കുറച്ചു നേരം ചെറിയ പൂളിൽ കളിച്ചതിന് ശേഷം നമ്മൾ വലിയ പൂളിലേക്ക് പോന്നു കേട്ടോ. ആ പൂള് നല്ല ആഴമുള്ള പൂളാണ്. ഞാൻ എൻ്റെ തള്ളവിരൽ കുത്തിയിട്ടാണ് അവിടെ നേരെ നിന്നേച്ചത്, അത്രയും ആഴമായിരുന്നു. ഈ വലിയ പൂളിൽ എല്ലാ ദിവസവും ഓരോ ആക്ടിവിറ്റീസ് അവിടെ ഹാപ്പനിങ് ആയിരിക്കും കേട്ടോ. ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രം ഇവിടെ കുറേ ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഏകദേശം 8-9 ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരിങ്ങനെ മാറി മാറി ആക്ടിവിറ്റീസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. പൂളിൽ നിന്ന് കയറിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ ദിവസവും ഇവിടെ വെറൈറ്റി ലഞ്ചസ് ആണ്. കൂടുതലും അവരുടെ ഫ്ലേവേഴ്സ് ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ലഞ്ചായിരുന്നു കേട്ടോ. ഞാൻ വയറ് നിറച്ച് കണ്ടു. നിങ്ങൾക്ക് ആ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവില്ല, ഞാൻ ഫുള്ള് ഫിനിഷ് ആക്കിയായിരുന്നു. നമ്മളിപ്പോൾ ക്യാമൽ സഫാരിക്ക് പോവാണ് കേട്ടോ. രാവിലെ മൊത്തം പൂളിൽ കളിച്ച് ഡിന്നറും ലഞ്ചും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ക്യാമൽ സഫാരിക്ക് പോകുന്നത്. അപ്പോൾ വേഗം പോയി കുളിച്ചു. അതിനിടക്ക് എൻ്റെ ഫോൺ ഞാൻ മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ അപ്പോൾ മിക്ക വീണു, അത് ഫോൺ കട്ടായിപ്പോയി. അപ്പോൾ അതിനിടക്ക് എൻ്റെ ഫോൺ കാണാനുണ്ടായിരുന്നില്ല, ഞാൻ മറന്നു വെച്ചു എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ രണ്ടാമത്തെ പൂളിൻ്റെ ആ ഏരിയ റെസ്റ്റോറൻറ്റിലൊക്കെ വന്ന് തപ്പിയപ്പോഴേക്കും ഇച്ചാൻ അവിടെ നോടി വന്നേക്കുന്നു, അവിടെ ഫോൺ ബാഗിൻ്റെ അടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ സമയം പോയി. ഇപ്പോൾ നമ്മൾ റഷ് ചെയ്യുവാണ് കേട്ടോ. കാരണം നമ്മളുടെ വണ്ടി കറക്റ്റ് 3:25 നമ്മളോട് കറക്റ്റ് അവിടെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. ഇപ്പം 3:17 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തണം. ഇച്ചായൻ ബാക്കിൽ എത്തിയിട്ടില്ല. ഇച്ചായൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. 13 കിലോ എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞാൽ പ്ലീസ്. ഇവളാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് പോകണില്ല.
അയ്യോ ഇപ്പോൾ കൊച്ചുങ്ങൾ പ്ലാൻ ചെയ്യുന്നവർ വരെ പറയാണ് മിക്കിനെ പോലത്തെ കുട്ടി വേണമെന്ന്. അതായത് അമ്മേനെ വിട്ട് പോവാതെ അപ്പന്മാർക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ, അങ്ങനത്തെ കുട്ടി വേണമെന്ന്. വിചാരണം വാങ്ങി ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ശ്വാസം പൊട്ടിച്ചാവും. വണ്ടിയിൽ കയറിയിട്ട് അവർ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മളെ കൊണ്ടുപോയത്, ഇന്നലെ പോയില്ലേ നമ്മൾ ആർഗൻ ഓയിലിൻ്റെ വുമൻസ് കോപ്പറേറ്റീവിൽ, അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു ഫാമിലി നടത്തുന്ന ഒരു കോപ്പറേറ്റീവ് സ്ഥലത്താണ് നമ്മളെ കൊണ്ടുപോയത്. മൊറോക്കോയിൽ വന്നിട്ട് മിക്ക് ഏറ്റവും കൂടുതൽ കുടിച്ചേക്കുന്നത് അവരുടെ ചായയാണ് കേട്ടോ. മിക്ക് അവരുടെ ചായ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. But we have bus by Minnesota. First one, I'll go through which grow only in Morocco. Just Morocco, okay? Without smell, doesn't smell. This one, citronelle. C'est anti-moustique. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അഗാഫെ ഡെസേർട്ടിലാണ് കേട്ടോ. മൊറോക്കോയിൽ യൂഷ്വലി 2 ടൈപ്പ് ഓഫ് ഡെസേർട്ട്സ് ആണ് ഉള്ളത്. ഒന്ന് സാൻഡി ഡെസേർട്ടും റോക്കി ഡെസേർട്ടും. സാൻഡി ഡെസേർട്ടാണ് നമ്മുടെ സഹാറ ഡെസേർട്ട്. അത് കുറച്ച് റിസ്കിയും കൊച്ചുങ്ങളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടഫ് ആയതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തത് നമ്മൾ റോക്കി ഡെസേർട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ പോയത് കോട്ട് ബൈക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളുടെ ഗൈഡ് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയതുകൊണ്ട് മാത്രമാണ് നമ്മളെ മിക്കിനെ കൂടെ കയറ്റിയത്. നമ്മളുടെ കൂടെ ഓൺ റിസ്കിലാണ് കേട്ടോ നമ്മൾ കൊച്ചിനെ കയറ്റിയത്. അതുകൊണ്ട് നമ്മൾ ആരോടും റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ബേബീൻ്റെ കൂടെ അങ്ങനെ പോകുന്നത്. പോകുന്നതിന് മുമ്പ് തന്നെ ഇവർ നല്ലോണം നമുക്ക് ട്രെയിനിങ് തരും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ അറിയാത്തവർക്ക് കുറച്ച് ടഫായിരിക്കും ഇത് ഓടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ബൈക്ക് ഓടിച്ച് ശീലമുള്ളവർക്കായിരിക്കും ഏറ്റവും ടഫ്. ബൈക്കൊന്നും ഓടിക്കാത്തവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നതാണത്. ഏകദേശം 1 ഹവറോളം ഉണ്ടാവും കേട്ടോ ഈ റൈഡ്. ഇൻ ബിറ്റ്വീൻ അവർ നമുക്ക് നിർത്തിയിട്ട് നല്ലൊരു വ്യൂവും കാണിച്ചു തരും, പോരാത്തതിന് നല്ല ഫോട്ടോസ് എടുത്തു തരും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്കോട്ട് ബൈക്കിൽ പോയപ്പോൾ എനിക്ക് തോന്നിയതാണേ, നമുക്ക് മിക്ക ഉണ്ടായതിനു ശേഷം നമ്മൾ വിചാരിച്ചു നമ്മൾ കുറച്ചുകൂടി ലിമിറ്റഡ് ആവുമെന്ന്. പക്ഷേ നിങ്ങൾ എല്ലാ പാരൻസും ഒന്ന് ആലോചിക്കണം കേട്ടോ. കുട്ടികളായതിനു ശേഷം നിങ്ങൾ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനും എല്ലാത്തിനും അവരെയും കൊണ്ടൊന്ന് പോയി നോക്കണേ. ഭയങ്കര സന്തോഷമായിരിക്കും അവർക്കും. ഇങ്ങനെ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര അധികം മെമ്മറീസ് തരും കേട്ടോ. ഇപ്പോഴും നമ്മൾ 3 കൊല്ലം മുമ്പ് നാട്ടിൽ പോയ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. Can I go in? Hi. Say hi. എനിക്ക് പേടി, അവനടുത്ത് സൈഡിലേക്ക് പോണടാ. മിക്ക ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ ക്യാമൽ സഫാരിക്ക് പോയപ്പം. അവൾ ക്യാമൽസിനോടൊക്കെ പറയായിരുന്നു വാ വാ കുമിയോ എന്നൊക്കെ പറയായിരുന്നു. അവൾ ഒരുപാട് ഹാപ്പിയാണ്. നമുക്കത് മതിയല്ലോ, അവളുടെ ഹാപ്പിനെസ് ആണ് നമുക്ക് ഏറ്റവും വലുത്. നമുക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ത്രില്ലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം ക്യാമൽ സഫാരി കഴിഞ്ഞു, ഹോട്ട് ബൈക്ക് ഓടിച്ചു. ഇപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. സോ ഇവിടെ നൈറ്റ് ഫയറും ഡാൻസും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്ക എൻജോയ് ചെയ്തോ മിക്ക ക്യാമൽ റൈഡ്? മിക്ക ഷോപ്പിങ്ങിന് പോവാണ്ടോ അവിടെ. മിക്ക അത് മാത്രമേ ചിന്തയുള്ളൂ, ഷോപ്പിങ്. അങ്ങനെയുണ്ട്. ഒരു ഫുഡ് ചിക്കനാണ് പറഞ്ഞത്, പക്ഷേ ചിക്കനിന് വരുമോന്നറിയില്ല. ചിക്കൻ ഇത് വന്നിട്ട് ചിക്കൻ പകുതി കൂടി കഴിച്ചില്ല, 2 സ്പൂൺ ആദ്യം കഴിച്ചു. 2 സ്പൂൺ അത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി എനിക്ക് തോന്നുന്നു മറ്റേ ഫ്രൈഡ് ഓണിയനുണ്ട്, അതിൻ്റെ സ്വീറ്റ്നസ് കുറച്ച് ഉപ്പാ കഴിക്കാൻ. Oh, God.
ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല, അത് മതി. മിക്കി മിക്കി വെറുതെ യമ്മി യമ്മി. مرحبا يا سيدي، مرحبا يا لالا، مرحبا مدموزيل، مرحبا يا لالا، مرحبا يا سيدي، ويلكم مدام، ويلكم مسيو، ميرسي بوكو. അത്രയും പേര് ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ മിക്കിയും പറഞ്ഞിട്ട് മിക്കിക്ക് അവരുടെ ഇടയിൽ കൂടി പോകണം എന്ന്. അങ്ങനെ നമ്മൾ മിക്കിനെ ആയിട്ട് താഴത്തേക്ക് ഇറങ്ങി അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഈ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, പക്ഷേ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ കൊണ്ട് ഇവർ ഇട്ടേക്കുന്ന പാട്ടൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് ഈ ലൈറ്റ് മ്യൂസിക്കിൽ ഇവരുടെ എൻജോയ്മെന്റും ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാവേ. എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രാത്രി ഒരു 9:30-10 മണിയായിരുന്നു കേട്ടോ. ക്യാമ്പ് ഫയറിൻ്റെ സ്പോട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റോളം നമ്മളുടെ കാറിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് നടക്കാനുണ്ടായിരുന്നു. നടക്കുന്ന വഴി മൊത്തം അവരിങ്ങനെ റിംഗ് ലൈറ്റ് വെച്ചായിരുന്നു കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിരുന്നേച്ചേ. നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ റിസോർട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ പോയി കാണാം. സുഖം ബാക്ക് ടു സീ ഡേ 4. ബൈ.